ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്യാഫ് ടോക്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരുടെയും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. പല ആളുകൾക്കുള്ള ഡൗട്ടാണ്, എൻ്റെ UPI പിൻ ID 4 ഡിജിറ്റാണ്, ചില ആളുകൾക്ക് 6 ഡിജിറ്റാണ്, എന്താണിത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് എന്നുള്ള പല ആളുകൾക്കുള്ള ഡൗട്ടാണ്. പിന്നെ വേറെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ 4 ഡിജിറ്റുള്ള UPI പിന്നെ 6 ഡിജിറ്റ് ആക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ PM-ൽ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 ഡിജിറ്റുള്ളത് 4 ഡിജിറ്റ് ആക്കാൻ പറ്റുമോ എന്നൊന്നും ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഉപകാരമുള്ള വീഡിയോസ് മാത്രമാണ് കാണാൻ സാധിക്കുക. സോ നിങ്ങൾക്ക് അതുപോലുള്ള വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആവുന്ന വീഡിയോസ്, യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. മീൻസ് താഴെ എന്ന് പറയാൻ കാരണം ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അപ്പം അതിൽ നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും, നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് ഈ 4 ഡിജിറ്റും ഈ 6 ഡിജിറ്റും ഒക്കെ എന്താണെന്ന് വെച്ചാൽ, 4 ഡിജിറ്റ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ചില ബാങ്കുകൾ 4 ഡിജിറ്റ് ആയിരിക്കും, ചില ബാങ്കുകൾ 6 ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, SBI പോലത്തെ ബാങ്കുകൾ, കാനറ ബാങ്ക് പോലത്തെ ബാങ്കുകളൊക്കെ 6 ഡിജിറ്റ് UPI പിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഈ 4 ഡിജിറ്റും ഈ 6 ഡിജിറ്റും എല്ലാം ബാങ്ക് വൈസ്ഡ് ആണ്. ചില ബാങ്കുകൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ 6 ഡിജിറ്റാണ് UPI പിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ 6 ഡിജിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നും ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ ഉള്ളിലുണ്ട് എന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മറുപടി ഞാൻ പറയാം കുറച്ച് ലാസ്റ്റിക്ക്, വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അപ്പം ചില ബാങ്കുകൾ 4 ഡിജിറ്റാണ് UPI പിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പം ആ ഒരു കാര്യം മെയിൻലി ശ്രദ്ധിക്കുക. 4 ഡിജിറ്റാണ്, ചില ബാങ്ക് 6 ഡിജിറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഈ 4 ഡിജിറ്റുള്ള ആളുകൾ, ചില ആളുകൾ ചോദിക്കാറുണ്ട് എനിക്ക് ഇനി 6 ഡിജിറ്റിലോട്ട് UPI പിന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. സോ കറൻ്റ്ലി ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം അതൊക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആ ഒരു ബാങ്ക് ഇനി നിങ്ങളുടെ ആ 4 ഡിജിറ്റ് 6 ഡിജിറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാം. പക്ഷെ കറൻ്റ്ലി ഇപ്പോൾ അത് നിലവിലില്ല. ഓക്കെ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇപ്പം ബാങ്കുകൾ ഈ 6 ഡിജിറ്റ് UPI പിന്നാക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നും കൂടിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. മീൻസ് ഇപ്പം നമ്മളുടെ മൊബൈൽ ആരെങ്കിലും അടിച്ചു മാറ്റുകയാണെന്ന് കൂട്ടിക്കോളും. അങ്ങനെ അടിച്ചു മാറ്റുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ UPI പിന്ന് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ ഓർത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 4 ഡിജിറ്റിനേക്കാൾ ഒന്നും കൂടി പ്രയാസമാണല്ലോ 6 ഡിജിറ്റ് ഊഹിച്ചു വെക്കുക എന്ന് പറയുന്നത്. അപ്പം ചിലപ്പം ആ 5ാമത്തെ അക്കോ അല്ലെങ്കിൽ 6ാമത്തെ അക്കോ ചിലപ്പോൾ ജസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ടാവില്ലേ, 4 ഡിജിറ്റ് അല്ല 6 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കുറച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് എന്തിട്ടുള്ളത് 6 ഡിജിറ്റിലോട്ട് ബാങ്ക് അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്നത്. ആദ്യം കാലത്ത്, അതായത് 2021, 2000 ആ ഒരു സമയത്തൊക്കെ 4 ഡിജിറ്റ് മാത്രമായിരുന്നു UPI പിൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോ ബാങ്കും അവിടെ സുരക്ഷിതമാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, അത് 6 ഡിജിറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഏകദേശം ഓൾമോസ്റ്റ് ബാങ്കുകളും എന്താണ് ഇപ്പോഴും 4 ഡിജിറ്റ് UPI പിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് ബാങ്കുകളൊക്കെ ഒന്നുകൂടി സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് 6 ഡിജിറ്റ് UPI പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ കാര്യം അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റ മെസ്സേജ് ചെയ്തോളൂ, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.